മൂന്നാഴ്ചയോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിനു മുൻപാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓട്ടങ്ങൾ, ഇതിനിടയിൽ ഒരു യാത്ര, ഇതിനെല്ലാം ശേഷം ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. UDFിൻ്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഫിഗർ എന്താ? അല്ല, ഞങ്ങൾ 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്ക്. കാരണം സംസ്ഥാനത്തുടനീളം നല്ല UDF തരംഗമാണ്. സർക്കാരിനെതിരായ അതിശക്തമായ വികാരം അലയടിക്കുകയാണ്. ഒരു കാരണവശാലും ഇവർ മൂന്നാമത് അധികാരത്തിൽ വരരുതെന്ന് അവർക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ പോലും തീരുമാനിച്ചിരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ UDF പ്രവർത്തകർ ഇത്രയും മനോഹരമായി, ഇത്രയും ആവേശകരമായി ജോലി ചെയ്തൊരു കാലം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, UDFിലെ ഘടകകക്ഷികൾ ആരാണ് മത്സരിക്കുന്നതെന്ന് നോക്കാതെ എല്ലാവരും ജോലി ചെയ്തു. ടീം UDF എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ചേർന്നു. വോട്ടർ ടേൺഔട്ടും UDFിന് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വർക്കേഴ്സ് അതുപോലെ ചെയ്തിട്ടുണ്ട്. കാരണം പെറുക്കിയാണ് വോട്ട് ചേർത്തിരിക്കുന്നത്, വോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വർക്ക് സാധാരണ ഞങ്ങൾ C ക്ലാസ് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പോലും നടന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത്. ഈ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഭാഗങ്ങളിൽ അവിടെയൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു രാവിലെ മുതൽ. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൃത്യമായൊരു സന്ദേശമാണോ? അല്ല, ഞാൻ പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ സമുദായത്തിനും ഒക്കെ വിശ്വാസമുള്ളതാണ് UDFിന്. ന്യൂനപക്ഷ സമുദായങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ദേശീയ തലത്തിലെ BJP സംഘപരിവാർ പ്രവർത്തിക്കുന്നത്, അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന കേരളത്തിലെ CPM ഉണ്ട്. അതേ അവസരത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ശബരിമല വിഷയം വ്യാപകമായി അതിശക്തമായ ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള, അല്ലെങ്കിൽ 100 സീറ്റ് കിട്ടില്ലല്ലോ. ഇപ്പോൾ മൈനോറിറ്റി മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളൊരു വലിയ വിജയത്തിലേക്കൊന്നും പോവില്ലല്ലോ. ഭൂരിപക്ഷം പോലും അതുകൊണ്ട് മാത്രം കിട്ടില്ലല്ലോ. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും വോട്ട് ഞങ്ങൾക്ക് ഗണ്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു CPM വിരുദ്ധ വികാരം ശബരിമലയിൽ BJPയിലേക്കല്ല പോയത്. കാരണം BJP ശബരിമല കൊള്ളയിൽ അവരുടെ കൂടെ ആയിരുന്നു. കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞങ്ങളാണ് ശക്തമായി പ്രതികരിച്ചതും അവസാനം വരെ അത് ലൈവാക്കി നിർത്തിയതും. അപ്പോൾ അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ ശബരിമല വിഷയത്തിൽ. അത് UDFിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാഹുൽ ഗാന്ധി ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ MAB പറയുന്നത് CPM അധികാരത്തിൽ വന്നാൽ മാത്രമാണ് അവർക്കൊരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. CPM അധികാരത്തിൽ വരില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ MABയാണ്. അപ്പോൾ പിന്നെ വനിതാ മുഖ്യമന്ത്രിയെന്നോ പുരുഷ മുഖ്യമന്ത്രിയെന്നോ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി എന്നൊക്കെ പറയാമല്ലോ. ഒരു കാരണവശാലും ആ ചർച്ചയിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം LDFോ CPM ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല. പിന്നെ ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. അത് ബേബിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ. ഇനി അഥവാ വരുമെന്നുണ്ടെങ്കിൽ ബേബിക്ക് അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം പിണറായി വിജയനെ സമ്മതിക്കുമോ? അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ടല്ല തെരഞ്ഞെടുപ്പ് നയിച്ചത്. പിന്നെ സമ്മതിക്കില്ലല്ലോ. അതൊക്കെ വെറുതെ വരില്ല എന്നുള്ള ഉറപ്പിലാണ് ഈ ചർച്ചയിലേക്കൊക്കെ പോകുന്നത്. ഈ മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ബോർഡുകളൊക്കെയാണ് നിരത്തിയിരുന്നത്. കേരളം മുഴുവൻ എവിടെ പോയാലും പിണറായി വിജയൻ്റെ മുഖമായിരുന്നുണ്ട്. ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ആ ഉത്തരവാദിത്വം ആ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വരികയാണ്. ഞങ്ങൾ ആദ്യം ഈ 10,000-ഓളം ബോർഡ് ഇവർ വെച്ചു. നമ്മളേതാണ്ട് വളരെ ചുരുക്കം ബോർഡുകളാണ് വെച്ചത്. അപ്പോൾ എന്നോട് എല്ലാവരും, എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഭയങ്കര അസ്വസ്ഥരായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിരിക്കും, അതിനെ നമുക്ക് ഗുണമായി മാറുമെന്ന് പറഞ്ഞു. പിണറായി ഈ LDF സർക്കാർ വിരുദ്ധ വികാരം എന്ന് പറയുന്നതിൻ്റെ ഒരു 80% പിണറായി വിരുദ്ധ വികാരം കൂടിയാണ്. ഇവർ ഈ അധികമായ ബോർഡ് ഇങ്ങനെ ഈ സംസ്ഥാനത്തുടനീളം അമിതമായൊരു പ്രചരണം നടത്തിയത് അത് നെഗറ്റീവായിട്ട് മാറി, അത് തിരിച്ചടിയായി. അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്. എൻ്റെ വിലയിരുത്തൽ ആ നടത്തിയ പരസ്യ പ്രചരണം, പിന്നെ ഒരു വാക്ക്, മറ്റാരുണ്ട് ചോദിക്കാൻ, ഇവിടെ ആരുണ്ട് ചോദിക്കാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടിൻ്റെ മറ്റൊരു വാക്കായി അത് മാറി. അത് അവർക്ക് നെഗറ്റീവായിരുന്നു ആ ക്യാമ്പയിൻ ഉണ്ടായെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അസസ്മെൻറ്റ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടും പറഞ്ഞു, നിങ്ങൾ പറയേണ്ട, അത് നമുക്ക് ഗുണമായി മാറുമെന്നാണ്. ഗുണമായി മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. താങ്കൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുണ്ട് ചോദിക്കാനെന്ന് ജനം തിരിച്ചു ചോദിച്ചു എന്നാണ് ഈ വോട്ടിങ്ങിലൂടെ. ഉറപ്പായിട്ട് അതിലൊരു ഒരു ധാർഷ്ട്യമുണ്ട്. അതിൽ മറ്റാരുണ്ട് എന്നു, വേറെ ആരുണ്ടോ ഇവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിലൊരു ധാർഷ്ട്യത്തിൻ്റെ അംശമുണ്ട്. ഞാനത് അന്ന് പറയായിരുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ജനം പറയട്ടെ എന്ന് വിചാരിച്ചു. ജനം അത് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം. ഇപ്പോൾ ഇത്രയും ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഓട്ടമായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? അല്ല, ഞാനൊന്ന് ആരോഗ്യം വീണ്ടെടുക്കണം. കാരണം ഞാൻ 4-5 കിലോ എൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറക്കമില്ലായിരുന്നു, ഭക്ഷണം കൃത്യമായിട്ടല്ലായിരുന്നു. കാരണം കുറേ നാളായല്ലോ ഈ വർക്ക് തുടങ്ങിയിട്ട്.
ഇതിപ്പോൾ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു അവസാനമാണ് 6 മണിയായപ്പോൾ തീർന്നത്. കഴിഞ്ഞ 6 മാസം എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതോടൊപ്പം വായന കഴിഞ്ഞ ആദ്യത്തെ 15 ദിവസം വായിച്ച്, രണ്ടാമത്തെ 15 ദിവസം വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബികളിലൊന്ന് ട്രെക്കിങ്ങിന് പോവാണ്. അത് കാട്ടിൽ പോകണം. എങ്ങോട്ടാണ് പോകുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. അതിന് ഞങ്ങൾക്ക് വലിയ ടീമുണ്ട്. അവരെല്ലാം കൂടി തീരുമാനിച്ച് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകും. ഒരു സംഘമായിട്ടൊരു കാട്ടിലേക്കൊരു യാത്ര. ഒരു ടീമുണ്ട്. എപ്പോഴും പോകുന്നതിനൊരു ടീമുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു ടീമായിട്ടാണ് പോകുന്നത്. അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ പോകണം. അല്ലാതെ ആരെങ്കിലും വെറുതെ ടൂറിന് വരുന്നവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് അതിനോട് താല്പര്യമുള്ള അത് എൻജോയ് ചെയ്യുന്ന ഒരു ടീം എനിക്കുണ്ട്. ഞാൻ 18 വയസ്സ് പോലെ യാത്ര ചെയ്ത് തുടങ്ങിയതാണ്. ആ ടീം വരും. അവർ ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കറ്റൊക്കെ എടുത്ത് വന്നോളൂ, പോകാൻ വേണ്ടിയിട്ട് വരും. അത് പോവും. അതൊക്കെ പോവും. അതിനൊക്കെ പറ്റിയ സമയമാണ്. അതിൻ്റെ ഇടയിൽ തമിഴ്നാടിലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തണമെന്ന് AICC ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞു. അപ്പോൾ അതും പോകേണ്ടി വരും. തമിഴ്നാട്ടിലേക്കും പോകുന്നുണ്ട്. പോകേണ്ടി വരും ഉറപ്പായിട്ടോടെ. 23-ാം തീയതി ഇലക്ഷൻ. എന്തായാലും താങ്കളുടെ ഒരു വലിയ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഭരണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലേക്കേ ഇല്ലേ? UDF അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ പരാജയമായിട്ട് തന്നെ എടുക്കും. വിജയിച്ചാൽ ഞങ്ങളെല്ലാവരുടെയും ടീമിൻ്റെ വർക്കിൻ്റെ ഗുണമായിരിക്കും. UDF ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എനിക്കാണ്. അത് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എന്നും ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഒരു സംശയമില്ല. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അത് ഞാനത് പറഞ്ഞാൽ വാക്കാണ്, അറിയാമല്ലോ. വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് നമുക്കൊരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാൻ കഴിയും? അത് ഒരു പ്രൊസീജിയറുണ്ട്. അത് ഡൽഹിയാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞത് അത് ഡൽഹിയാണ് ചെയ്യേണ്ടത്. അവരതിൻ്റെ എല്ലാവരോടും സംസാരിച്ച് അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അവരുടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്ര. എന്തായാലും വളരെയധികം നന്ദി. ഓക്കെ. അപ്പോൾ ഗുഡ് ലക്ക്. താങ്ക് യു. പ്രതിപക്ഷ VD സതീശനാണ് ഒപ്പം ചേർന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ബിനിൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ട്. അതുമല്ല എങ്കിൽ ഇനി അങ്ങോട്ട് ഒരു രാഷ്ട്രീയ വനവാസം എന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയുമാണല്ലോ. എന്താണ് വിശദവിവരങ്ങൾ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ പോളിംഗിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കുറച്ചധികം കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ 100 സീറ്റ് വരെയാണ് അദ്ദേഹം പ്രവചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം 100+ ആണ് പറയുന്നത്. 100-ന് മുകളിലേക്ക് UDF പോകുമെന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷവും തങ്ങൾക്കൊപ്പം തന്നെ നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ആ രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള ഒരു കാരണം എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ മുതൽ തന്നെ ആ വോട്ടർമാർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ഒരു ട്രെൻഡായിട്ടാണ് UDF വിലയിരുത്തുന്നത്. ആ ഒരു ട്രെൻഡ് വരുമ്പോൾ അത് സ്വാഭാവികമായും അത് സർക്കാർ വിരുദ്ധമാണ് എന്നതാണ് അവരുടെ വിലയിരുത്തൽ. ആ ഒരു ട്രെൻഡിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ ഇപ്പോൾ 100-ലധികം സീറ്റുകൾ എന്ന ആ ഒരു സംഖ്യ കൊണ്ടുവരാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ഒരു വിജയമാണ് VD സതീശന്റെ മനസ്സിലുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് പല ചർച്ചകൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയിച്ചാൽ ആരാകണം? 3-4 പേരൊക്കെ അതിന് ആ റേസിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ VD സതീശൻ അവകാശപ്പെടുന്നത് പോലെ വലിയൊരു വിജയത്തിലേക്ക് പോയാൽ VD സതീശൻ എന്ന നേതാവിനെ കോൺഗ്രസിന് ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു നേതാവായി അദ്ദേഹം മാറും. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം അത് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഒരു നാരോ എഡ്ജിലുള്ള ഒരു വിജയമൊക്കെ ആണെങ്കിൽ മാത്രമേ മറ്റ് നേതാക്കൾക്ക് അവർക്ക് കൂടി ഇത് അവകാശപ്പെട്ട് ഇതിൽ ശക്തമായൊരു പിടിമുറുക്കാൻ കഴിയുള്ളൂ. കാരണം ഈ UDFനെ നയിച്ചത് താനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഇവിടെ വിജയിച്ചാൽ അതെല്ലാവരുടെയും വിജയമായി എടുക്കാം, പക്ഷെ തോറ്റാൽ അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ അത് മറ്റ് നേതാക്കൾക്ക് കൃത്യമായൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. വിജയിച്ചാൽ ഞാൻ ഈ ടീം UDFന് സമർപ്പിക്കും, പക്ഷേ അവിടെ ആ വിജയത്തിന് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചത് ഞാൻ തന്നെയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ LDFന്റെ പ്രചാരണം LDF അല്ലാതെ മറ്റാരുണ്ട്? ആ പ്രചാരണം കേരളം മുഴുവൻ നടത്തിയത് പിണറായി വിജയന്റെ മുഖം വെച്ചുള്ള ആ പ്രചാരണമാണ്. ആ പ്രചാരണം സത്യത്തിൽ UDFന് അനുകൂലമായിട്ടുണ്ട് എന്നൊരു വികാരമാണ്
അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം, തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് വി ഡി സതീശന്റെ വാക്കുകളിലുള്ളത്.